ഗുഡ് മോർണിംഗ്. അപ്പോൾ വെൽക്കം ബാക്ക് ടു യെറ്റ് അനദർ എപ്പിസോഡ് ഓഫ് സൺഡേ ടെക് ടൈം. ഇത് നമ്മുടെ 55ാമത്തെ എപ്പിസോഡാണ് ഓടിക്കൊണ്ടിരിക്കുന്നത്. വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നായിട്ട് ഈ ചീവീടുകൾ ഉണ്ടല്ലോ, അതിന് ഓടിക്കാൻ എന്തെങ്കിലും പോം വഴികൾ, എന്തെങ്കിലും റെമഡി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞു തരണേ. ഞാൻ ഈ ഒരു ക്യാമറ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ അപ്പം തുടങ്ങും ഔറ്റികൾ കരയാനായിട്ട്. എത്ര കഷ്ടപ്പെട്ടാലും അതിൻ്റെ ആ ഒരു മൂളൽ വീഡിയോന്ന് ആ ഒരു സൗണ്ട് റിമൂവ് ചെയ്യാനും സാധിക്കില്ല. ഭയങ്കര കഷ്ടമാണ്. കുറേ നോക്കി വീട് ചുറ്റും ടോർച്ചടിച്ച് നടന്നു നോക്കിയത് എവിടെന്ന ഈ സൗണ്ട് വരണേന്ന് അറിയാൻ വേണ്ടിയിട്ട് കാണാനേ ഇല്ല. പിന്നെ എന്താ, ലാസ്റ്റ് വീക്ക് നമ്മളെ പുഷ്പ 2 കണ്ടു. പറയുന്ന അത്ര മോശമായിട്ട് എനിക്ക് തോന്നിയില്ല കേട്ടോ. എനിക്ക് ആ ഒരു ചിത്രം പേഴ്സണലി ഇഷ്ടപ്പെട്ടു. ഞാൻ എന്താണോ പുഷ്പ 2 എന്ന് പറയുന്ന പടത്തിൽ നിന്ന് പ്രതീക്ഷിച്ചത് അത് എക്സാക്ട്ലി എനിക്ക് കിട്ടി. പിന്നെ കുറച്ച് മോശമായി എന്ന് തോന്നിയിട്ടുള്ളത് രശ്മിക വരുന്ന കുറച്ച് സെഗ്മെന്റ് ആണ്. അതേപോലെ ഫഹദ് ഫാസിലിന്റെ കുറച്ച് മോശമായി തോന്നി. അതുകൊണ്ട് വല്ലാണ്ട് അങ്ങോട്ട് ഇല്ലാണ്ടാക്കിയ ഒരു അവസ്ഥ പോലെ തോന്നി. ഒരു സൈക്കോ പൊട്ടൻ എന്ന് പറയുന്ന രീതിക്കൊക്കെ ഫഹദ് ഫാസിലിനെ അങ്ങോട്ട് അവതരിപ്പിച്ച പോലെ തോന്നി. കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു വില്ലൻ ആവാമായിരുന്നു. അത് മാത്രമാണ് എനിക്കൊരു മോശമായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ ഒരു കാര്യം കൂടി ഉള്ളത്, അതിൻ്റെ ലെങ്ത് 3.5 മണിക്കൂർ എന്ന് പറയുന്നത് അതൊരു ഇച്ചിരി കഠിനം തന്നെയാണ്. സോ കുഴപ്പമില്ല. എന്തായാലും എനിക്ക് പേഴ്സണലി ആ ഒരു ചിത്രം ഇഷ്ടപ്പെട്ടു. എന്താണോ ഞാൻ പ്രതീക്ഷിച്ചത് അതെനിക്ക് കിട്ടി. സോ അങ്ങനെയൊക്കെയാണ് ലാസ്റ്റ് വീക്ക് നടന്ന കാര്യങ്ങൾ. വേറെ എന്താ, അപ്പോൾ നമുക്ക് നമ്മുടെ ഫസ്റ്റ് ന്യൂസിലോട്ട് കിടക്കാം. റെഡ്മി നോട്ട് 14 സീരീസ് ഫോണുകൾ നാളെ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. അതായത് ഡിസംബർ 9 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. 3 മോഡലുകളാണ് വരുന്നത്. റെഡ്മി നോട്ട് 14, 14 പ്രോ, 14 പ്രോ പ്ലസ് എന്ന് പറയുന്ന 3 മോഡലുകൾ. ഇതിൻ്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി മുൻ വീഡിയോകളിലൊക്കെ പറഞ്ഞതാണ്. ആ ഒരു ഇവന്റിൽ തന്നെ അവരുടെ കയ്യിൽ നിന്നുള്ള റെഡ്മി ബഡ്സ് 6 എന്ന് പറയുന്ന ഒരു TWSും ലോഞ്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. അത് കൂടാതെ ഒരു ബ്ലൂടൂത്ത് സ്പീക്കർ, വയർലെസ് ബ്ലൂടൂത്ത് സ്പീക്കറും ഈ ഒരു ഇവന്റിൽ തന്നെ റെഡ്മി സീരീസിൽ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നു പറയുന്നുണ്ട്. സോ നാളെയാണ്. എന്തായാലും ബാക്കി വിശേഷങ്ങൾ നാളെ അറിയാം. ടെക്നോയുടെ സൈഡിൽ നിന്ന് ഒരുപാട് കാലമായിട്ട് നമ്മൾ പ്രതീക്ഷിച്ചിരുന്ന ഫോൾഡബിൾ ഫോൺ ആയിട്ടുള്ള ടെക്നോ ഫാൻറ്റം V Fold 2, V Flip 2 എന്ന് പറയുന്ന 2 മോഡൽ ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മാസം 13 മുതലാണ് അതിന്റെ സെയിൽ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ആമസോൺ വഴിയാണ് ഇത് നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കുക. ഈ V Flip 2 എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 35,000 രൂപ മുതലാണ്. അതേപോലെ V Fold 2 എന്ന് പറയുന്ന ഫോണിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 79,999 രൂപയ്ക്കാണ്. സോ ഏറ്റവും വില കുറഞ്ഞ ഫോൾഡ് ഫോണുകൾ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. എന്തായാലും ഡിസംബർ 13 ആമസോൺ വഴി ഇതിന്റെ സെയിൽ നടക്കുന്നുണ്ട്. OnePlus Nord CE4 Lite എന്ന് പറയുന്ന മോഡലിൽ ആൻഡ്രോയിഡ് 15 ബേസ്ഡ് OxygenOS 15ന്റെ സോഫ്റ്റ്വെയർ അപ്ഡേഷൻ കിട്ടി തുടങ്ങിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട്. എൻ്റെ കയ്യിലുള്ള വേരിയന്റിൽ ഇതുവരെ വന്നിട്ടില്ല. ആർക്കെങ്കിലും ആ ഒരു സോഫ്റ്റ്വെയർ അപ്ഡേഷൻ, ആൻഡ്രോയിഡ് 15 ബേസ്ഡ് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കമന്റ് ആയിട്ട് അറിയിക്കാം. എന്തായാലും വരും ദിവസങ്ങളിൽ നമുക്ക് കിട്ടുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. iOS 15.1 വർക്ക് ചെയ്യുന്ന ഐഫോണുകളിൽ ഇനി മുതൽ വാട്സാപ്പിന്റെ സപ്പോർട്ട് കിട്ടുന്നതല്ല. ഇപ്പോൾ നിങ്ങളുടെ കറന്റ്ലി വർക്ക് ചെയ്യുന്ന വാട്സാപ്പ് ഉണ്ടല്ലോ, അത് യാതൊരു കാരണവശാലും അത് അപ്ഡേറ്റ് ചെയ്യരുത്. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവർ അതേപോലെ തന്നെ വർക്ക് ചെയ്യുക. സോഫ്റ്റ്വെയർ അപ്ഡേഷൻ ചെയ്ത് കഴിഞ്ഞാൽ, അത് വാട്സാപ്പ് അപ്ഡേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു സപ്പോർട്ട് അവിടെ നിൽക്കും. നിങ്ങൾക്ക് അത് പിന്നെ ഉപയോഗിക്കാനായിട്ട് സാധിക്കും. വിവോയുടെ സൈഡിൽ നിന്നുള്ള X200 സീരീസ് ഫോണുകൾ ഈ മാസം 12 ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോവുകയാണ്. X200 ആൻഡ് X200 Pro എന്ന് പറയുന്ന 2 വേരിയന്റുകളാണ് ഇന്ത്യയിലോട്ട് വരുന്നത്. ആ ഒരു 200 Pro മിനി എന്ന് പറയുന്ന വെർഷൻ ഉണ്ടല്ലോ, അത് ഇന്ത്യയിലോട്ടും വരുന്നില്ല. അത് ചൈന എക്സ്ക്ലൂസീവ് ആണ്. എനിവേ ഇതിന്റെ പ്രൈസ് കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്. Dimensity 9400 എന്ന് പറയുന്ന MediaTekന്റെ ഫ്ലാഗ്ഷിപ്പ് പ്രൊസസറാണ് ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യുന്നത്. പിന്നെ കിഡിലൻ ക്യാമറ സെറ്റപ്പ് ആണ് കൊടുത്തിട്ടുള്ളത്. വീഡിയോ, പോർട്രേറ്റ് ഒക്കെ വേറെ ലെവലാണെന്നാണ് പറയുന്നത്. എന്തായാലും ഈ മാസം 12 X200 സീരീസ് ഫോണുകൾ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. iQന്റെ സൈഡിൽ നിന്നുള്ള iQ13 കഴിഞ്ഞ ആഴ്ച ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 2 കളർ വേരിയന്റ് ആണ് നമുക്ക് ഇന്ത്യയിൽ അവൈലബിൾ ആയിട്ടുള്ളത്. Snapdragon 8 Elite എന്ന് പറയുന്ന ആ ഒരു ഫ്ലാഗ്ഷിപ്പ് പ്രൊസസർ യൂസ് ചെയ്തുകൊണ്ട് ഇന്ത്യയിലോട്ട് വരുന്ന രണ്ടാമത്തെ ഫോണാണ് iQ13 എന്ന് പറയുന്നത്. 2 കളർ വേരിയന്റ് ആണ് ഇന്ത്യയിൽ വരുന്നത്. എനിവേ ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 256 GB ഇന്റേണൽ മെമ്മറി വരുന്ന വേരിയന്റിന് 55,000 രൂപ. അതേപോലെ 512 GB ഇന്റേണൽ മെമ്മറി വരുന്നതിന് 60,000 രൂപ. ഇപ്പോൾ ലോഞ്ചിങ് ഓഫർ ആയിട്ട് ഒരു 3,000 രൂപയുടെ ICIC കാർഡ്, HDFC കാർഡ് എന്നൊക്കെ ഒരു 3,000 രൂപയുടെ ഓഫർ വരുന്നുണ്ട്. പിന്നെ അതുകൂടാതെ നിങ്ങൾ വിവോ അല്ലെങ്കിൽ IQ ഫോണാണ് എക്സ്ചേഞ്ച് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അഡീഷണൽ 5,000 രൂപയുടെ ഒരു എക്സ്ചേഞ്ച് ബോണസും അവർ പറയുന്നുണ്ട്. സോ ഒരു 46,000 ആ ഒരു റേഞ്ചിലൊക്കെ ഇത് വാങ്ങാനായിട്ട് സാധിക്കും. അത് ഈ കുറഞ്ഞ പ്രൈസിന് എക്സ്ചേഞ്ചോട് കൂടിയിട്ട് വാങ്ങാനായിട്ട് സാധിക്കും. നല്ല കിഡിലൻ ഫോണാണെന്നുള്ളതാണ് മൊത്തത്തിലുള്ള റിവ്യൂ കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഒരെണ്ണം പർച്ചേസ് ചെയ്ത് നമ്മളുടെ ചാനലിൽ ഇതിന്റെ ഡീറ്റെയിൽ റിവ്യൂ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ iQ13 ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ചൈനയിൽ ഹോണറിന്റെ സൈഡിൽ നിന്ന് ഹോണർ 300, ഹോണർ 300 Pro, അതുകൂടാതെ X9Z എന്ന് പറയുന്ന 3 മോഡൽ ഫോണുകൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ മോഡലുകളൊക്കെ അധികം വൈകാതെ ഇന്ത്യയിലോട്ടും വരും. എന്തായാലും ഇപ്പോൾ ഈ 3 ഫോണുകളും ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
നമ്മൾ ഒരുപാട് കാലമായിട്ട് മോട്ടറോള G75 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുമെന്ന് പറയുന്നുണ്ട്. അതിന് പകരം മോട്ടറോള G35 എന്ന് പറയുന്ന ഫോൺ മറ്റന്നാ, അതായത് 10-ാം തീയതി ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. യൂണിസോക്കിന്റെ T760 എന്ന് പറയുന്ന ഒരു പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. 6.72 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ പാനലാണ് കൊടുത്തിട്ടുള്ളത്. 50 മെഗാ പിക്സൽ പ്ലസ് 8 മെഗാ പിക്സലിന്റെ റിയർ ക്യാമറ സെറ്റപ്പ്, 16 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററിക്ക് 18 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിങ് കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ IP68ന്റെ ഡസ്റ്റ് ആൻഡ് വാട്ടർ പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും നല്ലൊരു കിടിലൻ പച്ച കളർ വേരിയന്റ് ഇതിലുണ്ടായിരിക്കും എന്നുള്ളതാണ് ടീസറുകൾ പറയുന്നത്. ഇതിന്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. ഒരു ടിപ്പിക്കൽ മോട്ടറോള ഡിസൈൻ പാറ്റേണിൽ തന്നെയാണ് ഈ ഒരു ഫോൺ വരുന്നത്. എന്തായാലും 10-ാം തീയതി മോട്ടറോള G35 എന്ന് പറയുന്ന ഫോൺ ഇന്ത്യയിൽ ലോഞ്ച് ചെയ്യുന്നുണ്ട്. 20,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു പ്രൈസ് റേഞ്ചിലായിരിക്കും ഈ ഒരു ഫോൺ ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നത്. വരും ദിവസങ്ങളിൽ ചൈനയിൽ ലോഞ്ച് ചെയ്യാൻ പോകുന്ന റിയൽമി നിയോ 7 എന്ന് പറയുന്ന ഫോണിന്റെ ഒഫീഷ്യൽ ടീസർ റിയൽമി ചൈനയിൽ പുറത്തുവിട്ടിട്ടുണ്ട്. Dimensity 9300+ എന്ന് പറയുന്ന ഒരു പ്രൊസസ്സറാണ് ഈ ഒരു ഫോണിനെ പവർ അപ്പ് ചെയ്യാനായിട്ട് പോകുന്നത്. ഏകദേശം 20 ലക്ഷത്തിന് മുകളിൽ ആൻഡ്രോയിഡ് സ്കോർ കിട്ടും എന്നുള്ളതാണ് റിയൽമി ക്ലെയിം ചെയ്യുന്നത്. ഇന്ത്യയിലോട്ടും ഈ ഒരു ഫോൺ വരും എന്നാണ് പറയുന്നത്. ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ അത്യാവശ്യം കൊള്ളാം, നല്ല രസമായിട്ട് തന്നെ നിൽക്കുന്നുണ്ട്. പിന്നെ 6000 mAh ബാറ്ററി കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ഈ ഒരു ഫോൺ ഇന്ത്യയിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 35,000 രൂപയ്ക്ക് താഴെ ആയിരിക്കും വരിക എന്നുള്ളതും പറയുന്നുണ്ട്. സോ മൊത്തത്തിലുള്ള ഇതിന്റെ ഡിസൈൻ കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ നന്നായിട്ട് തോന്നി. പക്ഷെ റിയൽമിയുടെ ഈ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടല്ലോ, റിയൽമി UI, അത് മാത്രമാണ് കുറച്ചും കൂടി ബെറ്റർ ആവേണ്ടതായിട്ടുള്ളത്. ആഡ്സും റെക്കമെൻഡേഷനും ഒക്കെ ആയിട്ട് മൊത്തത്തിൽ കയ്യിൽ നിന്ന് പോയിരിക്കുകയാണ്. എന്തായാലും റിയൽമിയുടെ സൈഡിൽ നിന്ന് നിയോ 7 എന്ന് പറയുന്ന ഫോൺ അധികം വൈകാതെ നമുക്ക് ഇന്ത്യയിൽ എക്സ്പെക്ട് ചെയ്യാം. iQന്റെ നിയോ 10 സീരീസിൽ 2 മോഡൽ ഫോണുകൾ ലാസ്റ്റ് വീക്ക് ചൈനയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. iQ നിയോ 10 ആൻഡ് 10 Pro. ഈ മാസം തന്നെ ഈ ഒരു നിയോ 10 സീരീസിൽ iQ നിയോ 10R എന്ന് പറയുന്ന പുതിയൊരു മോഡൽ കൂടി ചൈനയിൽ ലോഞ്ച് ചെയ്യുമെന്നാണ് റൂമറുകൾ പറയുന്നത്. ഈ മോഡലുകളെല്ലാം തന്നെ iQ നിയോ 10, 10R, 10 Pro എന്ന് പറയുന്ന മോഡലുകളെല്ലാം തന്നെ ജനുവരി ഫെബ്രുവരിയോട് കൂടിയിട്ട് ഇന്ത്യയിലും ലോഞ്ച് ചെയ്യുമെന്നാണ് പറയുന്നത്. സോ നിയോ സീരീസിൽ ചൈനയിൽ iQ നിയോ 10R എന്ന് പറയുന്ന പുതിയൊരു മോഡൽ കൂടി ലോഞ്ച് ചെയ്യാനായിട്ട് പോകുന്നുണ്ട്. ബഡ്ജറ്റ് റേഞ്ചിൽ ടെക്നോയുടെ സൈഡിൽ നിന്ന് മെഗാപാഡ് 11 എന്ന് പറയുന്ന ഒരു പുതിയ ടാബ്ലറ്റ് ലാസ്റ്റ് വീക്ക് ലോഞ്ച് ചെയ്തിട്ടുണ്ട്. ഹീലിയോ G99 എന്ന് പറയുന്ന പ്രോസസ്സറാണ് ഇതിനെ പവർ അപ്പ് ചെയ്യുന്നത്. 11 ഇഞ്ച് വരുന്ന IPS LCD ഡിസ്പ്ലേ പാനൽ വരുന്ന ഈ ഒരു ടാബ്ലറ്റിൽ 8000 mAh ബാറ്ററി കപ്പാസിറ്റി ഒക്കെ വരുന്നുണ്ട്. എന്തായാലും ഇതിന്റെ ഒരു പ്രൈസ് വരുന്നത് 11,999 രൂപയാണ്. ഓൺലൈൻ ഓഫ്ലൈൻ എല്ലാ മാർക്കറ്റിൽ നിന്നും നമുക്കിത് വാങ്ങാനായിട്ട് സാധിക്കും. ലാവയുടെ സൈഡിൽ നിന്ന് പ്രോബഡ്സ് T24 എന്ന് പറയുന്ന ഒരു TWS ലാസ്റ്റ് വീക്ക് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. 7 കളർ ഓപ്ഷനിലാണ് നമുക്ക് ഈ ഒരു TWS വാങ്ങാനായിട്ട് സാധിക്കുക. 45 മണിക്കൂറിന്റെ പ്ലേ ബാക്ക് ടൈം കിട്ടും എന്നുള്ളതൊക്കെയാണ് അഡ്വർടൈസ്മെന്റ് പറയുന്നത്. എനിവേ 1300 രൂപയ്ക്കാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓൺലൈൻ ഓഫ്ലൈൻ മാർക്കറ്റിൽ നിന്നൊക്കെ നമുക്ക് ഇതും വാങ്ങാനായിട്ട് സാധിക്കും. സോ നിങ്ങൾ ഒരു 1300-1400 രൂപ പ്രൈസ് റേഞ്ചിൽ ഒരു TWS നോക്കുന്നുണ്ടെങ്കിൽ ലാവ പ്രോബഡ്സ് T24 എന്ന് പറയുന്ന ഈ ഒരു TWS കൂടി കൺസിഡർ ചെയ്യാം. 2025 OnePlusന്റെ സൈഡിൽ നിന്നുള്ള ഫ്ലാഗ്ഷിപ്പ് ഫോൺ ആയിട്ടുള്ള OnePlus 13 ജനുവരി മാസത്തിലായിരിക്കും അതിന്റെ ഗ്ലോബൽ ലോഞ്ച് ഇവന്റ് ഉണ്ടായിരിക്കുക എന്നുള്ള കൺഫർമേഷൻ ഇപ്പോൾ OnePlusന്റെ സൈഡിൽ നിന്ന് വന്നിട്ടുണ്ട്. ആ ഒരു ഇവന്റിൽ തന്നെ OnePlus 13R എന്ന് പറയുന്ന ഫോൺ കൂടി ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ എല്ലാ വർഷവും അങ്ങനെ തന്നെയാണ്. 11ന്റെ കൂടെ 11R ഉണ്ടായിരുന്നു, 12ന്റെ കൂടെ 12R ഉണ്ടായിരുന്നു. സോ 13ന്റെ കൂടെ OnePlus 13R എന്ന് പറയുന്ന കുറച്ച് വില കുറഞ്ഞിട്ടുള്ള ആ ഒരു വേരിയന്റും കൂടി ഉണ്ടായിരിക്കും എന്ന കൺഫർമേഷൻ വന്നിട്ടുണ്ട്. ആ ഒരു ഇവന്റിൽ തന്നെ OnePlus Watch 3യുടെ ലോഞ്ചും ഉണ്ടായിരിക്കും എന്നുള്ള ഒരു വാർത്തകൾ കേൾക്കുന്നുണ്ട്. സോ വരും ദിവസങ്ങളിൽ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിശേഷങ്ങൾ അറിയാം. മോട്ടറോള ഫോണുകളിൽ നമ്മൾ കാണുന്ന വെറൈറ്റി കളർ ടോണുകൾ പാൻറ്റോൺ എന്ന് പറയുന്ന ഒരു കമ്പനി ഡിസൈൻ ചെയ്തിട്ടുള്ളതാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിന്റെ ബാക്കിൽ വരുന്ന ആ ഒരു കളർ ടോൺ ആണെന്നുണ്ടെങ്കിലും ഈവൻ ക്യാമറയിൽ വരുന്ന നമ്മൾ കാണുന്ന ആ ഒരു കളർ ടോൺ ഉണ്ടല്ലോ, അതടക്കം ഈ ഒരു പാൻറ്റോൺ എന്ന് പറയുന്ന കമ്പനിയാണ് മോട്ടറോളയ്ക്ക് വേണ്ടി ഡിസൈൻ ചെയ്യുന്നത്. ഇനി 2025 വേണ്ടിയിട്ട് ഈ പാൻറ്റോൺ എന്ന് പറയുന്ന കമ്പനിയുടെ മോച്ച മൂസ് എന്ന് പറയുന്ന ഒരു കോഫി കളർ കൂടി അവർ പുതുതായിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ മോട്ടറോളയുടെ സൈഡിൽ നിന്നുള്ള ഫോണുകൾ നോക്കുകയാണെങ്കിൽ മോട്ടറോള എഡ്ജ് 50 നിയോ അതേപോലെ റേസർ 50 അൾട്ര എന്ന് പറയുന്ന ഫോണുകളുടെ ഈ മോച്ച മൂസ് എന്ന് പറയുന്ന കളർ വേരിയന്റ് ഇപ്പോൾ ഓൾറെഡി മോട്ടറോള പുറത്ത് വിട്ടിട്ടുണ്ട്. സോ 2025 ഈ മോച്ച മൂസ് എന്ന് പറയുന്ന കോഫി കളർ വെച്ചുകൊണ്ട് ഒരുപാട് ഫോണുകൾ നമുക്ക് മോട്ടറോളയുടെ സൈഡിൽ നിന്ന് എക്സ്പെക്ട് ചെയ്യാം. ഇനി നമ്മളുടെ അവസാന ന്യൂസ്, സ്മാർട്ട് ഫോണുകളുടെ കാലം കഴിഞ്ഞു. ഇനി അവിടെ പുതിയ ഇന്നോവേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ വരാനായിട്ടില്ല. ഇനി പുതിയ ടെക്നോളജി എന്ത് എന്നുള്ള ചോദ്യത്തിന് അത് സ്മാർട്ട് ഗ്ലാസുകളായിരിക്കും എന്നുള്ളത് പല ന്യൂസുകളിലും നമ്മൾ കണ്ടിട്ടുള്ളതാണ്, നമ്മൾ തന്നെ ഡിസ്കസ് ചെയ്തിട്ടുള്ള ഒരു കാര്യമാണ്. എനിവേ അതിന്റെ മുന്നോടിയായിട്ടായിരിക്കണം സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള അവരുടെ XR VR ഗ്ലാസുകളുടെ ഒഫീഷ്യൽ ടീസർ നമ്മുടെ S25 സീരീസ് ഫോണുകൾ ഉണ്ടല്ലോ, അതായത് ജനുവരിയിലാണ് ആ ഒരു ഇവന്റ് നടക്കാൻ പോകുന്നത്. ആ ഒരു ഇവന്റിൽ ഈ പറയുന്ന സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള സ്മാർട്ട് ഗ്ലാസുകളുടെ ടീസർ അവർ പുറത്തു വിടും എന്നുള്ളതാണ് പറയുന്നത്. അതുകൂടാതെ ഈ ഒരു മാസത്തിൽ തന്നെ, ഈ ഒരു ഡിസംബർ മാസത്തിൽ തന്നെ One UI 7 ഈ XR VR ഗ്ലാസുകൾക്ക്, സ്മാർട്ട് ഗ്ലാസുകൾക്ക് വേണ്ടിയിട്ടുള്ള സോഫ്റ്റ്വെയറും സാംസങ് പുറത്തു വിടും എന്ന് പറയുന്നുണ്ട്. സോ എന്താണ് കഥ എന്നുള്ളത് അറിയില്ല, ഞാൻ വായിച്ചൊരു ന്യൂസാണ്. എന്തായാലും ഇനി
അങ്ങോട്ട് സ്മാർട്ട് ഫോണുകളായിരിക്കില്ല, പകരം സ്മാർട്ട് ഗ്ലാസുകളായിരിക്കും എന്നുള്ള ആ ഒരു സംഭവം ഉണ്ടല്ലോ, അതിനോട് ഞാനും യോജിക്കുന്നുണ്ട് കേട്ടോ. കാരണം സ്മാർട്ട് ഫോണുകളിൽ ഇനി ഒന്നും ചെയ്യാനില്ല. അവിടെ മെഗാ പിക്സൽ കൂട്ടുക, ക്യാമറയുടെ പൊസിഷൻ മാറ്റുക, അല്ലെങ്കിൽ ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കൂട്ടുക എന്നുള്ളതിനപ്പുറം വേറെ ഒന്നും അവിടെ വരാനില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്ന് കാണാം. സാംസങ്ങിന്റെ സൈഡിൽ നിന്നുള്ള സ്മാർട്ട് ഗ്ലാസുകൾ വരും ദിവസങ്ങളും അതിന്റെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ നമുക്കറിയാം. സോ കാത്തിരിക്കാം. അപ്പൊ ഇത്രയൊക്കെയാണ് ഈ ഒരാഴ്ചത്തേക്ക് വേണ്ടി ഞാൻ തപ്പിപ്പിടിച്ച ന്യൂസുകൾ. ലാസ്റ്റ് വീക്ക് റെഡ്മി A4 എന്ന് പറയുന്ന 10,000 രൂപയ്ക്ക് താഴെ വരുന്ന ഒരു ഫോണിന്റെ കംപ്ലീറ്റ് യൂസ്ഡ് റിവ്യൂ നമ്മളുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എനിവേ ആ ഒരു ഫോൺ വാങ്ങാൻ നിൽക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ, എയർടെൽ സിം ആണ് നിങ്ങൾ ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ യാതൊരു കാരണവശാലും ആ ഒരു ഫോൺ വാങ്ങരുത്. കാരണം ഇന്ത്യയിൽ ആ ഒരു ഫോണിൽ എയർടെൽ സിം ഉപയോഗിച്ചുകൊണ്ട് 5G നെറ്റ്വർക്ക് നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ജിയോ ആണ് ഉപയോഗിക്കുന്നതെന്നുണ്ടെങ്കിൽ വലിയ പ്രശ്നം ഉണ്ടായിരിക്കില്ല. എന്തായാലും ഡീറ്റെയിൽഡ് കാര്യങ്ങളൊക്കെ ഞാൻ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. താല്പര്യമുള്ളവർക്കൊന്ന് ചെക്കൗട്ട് ചെയ്ത് നോക്കാം. അതേപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. വേറെ എന്താ, അപ്പോൾ ഇത്രേ ഉള്ളൂ. അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണാം. എല്ലാവർക്കും നല്ലൊരു സൺഡേ ആശംസിക്കുന്നു. ഗുഡ് ബൈ.